ഹലോ ഓലക്കാലോ ഹലോ. ഏത് കോലത്തിലും നടക്ക ആൾക്കാർക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചത് ഇത് ഈ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ ഏതോ റോഡ് പണിക്കാരൻ കാറുള്ള കൈകൊണ്ട് കയറി പിടിച്ചാന്ന. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴല്ല സംഗതി മനസ്സിലായത്, ഇതേതോ പൊറാട്ട കല്ലുമ്മലിരുന്ന മൂട് കീറിയാണ്ടില്ലേ. എന്താ അവസ്ഥ അല്ലേ. ഒരു കാലത്ത് ഈ മൂട് കീറിയ ഫാൻ്റെ ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ആകെ ഒരു കൂട്ടൊക്കെ ഫാൻ്റെ ഉണ്ടാവുള്ളൂ, അതെന്നെ മൂട് കീറിയിട്ടും ഉണ്ടാവും. എന്നിട്ട് അതിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നാലും ഈ നാണവും മാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒരു സൂചി നൂലെടുത്ത് തുന്നിയിട്ടേ അതിട്ടിട്ട് പുറത്തിറങ്ങാറുള്ളൂ. അന്ന് പൈസ ഇല്ലായിരുന്നു. ഇന്ന് ഈ വിദ്യാഭ്യാസവും സമ്പത്തും പൈസയും എല്ലാ സംഗതികളും ഉണ്ടായപ്പം ആൾക്കാർക്ക് ഈ നാണും മാനും ഇല്ലാതെ. എന്താ അവസ്ഥ അല്ലേ. എന്നാലോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ വസ്ത്ര സ്വാതന്ത്ര്യം, പിന്നെ ഒരു സ്ത്രീ എപ്പം ഏത് ഡ്രസ്സ് എപ്പോ എങ്ങനെ ഇടണം എന്ന് അവളാണ് തീരുമാനിക്കുക, ബാക്കിയുള്ളവരെന്തിനാ അങ്ങോട്ട് നോക്കണത്. എന്താ കഥ അല്ലേ. ഏറ്റവും വലിയ രസം അതല്ല, ആ കയ്യിലിരിക്കണ ഫോണൊന്നും താഴെ വീണ് ആ സാധനം എങ്ങനെ എടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയ. എങ്ങനെ എടുക്കുക? അത് എടുക്കാൻ വേണ്ടി എപ്പ കുനിഞ്ഞോ അപ്പം കോറത്തുണി കീറിയ പോലത്തെ സൗണ്ട് കേൾക്കാം. എന്താ അവസ്ഥ അല്ലേ. എങ്ങനെ ഇതിട്ട് പുറത്തിറങ്ങ. അല്ല, നാണോ മാനോ ആണല്ലോ എല്ലാത്തിനും ഉള്ളത്. അതില്ലെങ്കിൽ പിന്നെന്താ അവസ്ഥ. ഇങ്ങനെയുണ്ട് അവസ്ഥ, ഇങ്ങനെയുണ്ട് ആൾക്കാർ. ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ആദ്യം തോന്നിയ എന്താണെന്നറിയോ, ഈ ഗൾഫിലൊക്കെ ഇപ്പൊ നല്ല ചൂടാ, ഏകദേശം ഒരു 50 ഡിഗ്രിയോളം ചൂടാ. നമ്മുടെ നാട്ടില് ഈ മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ അതുപോലെ ചൂടുണ്ടാവാറുണ്ട്. അത്ര ഇല്ലെങ്കിലും ഏകദേശം അതുപോലെ ചൂടുണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു കടന്റെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് സ്കൂട്ടിയോ ബൈക്കോ ഒക്കെ നിർത്തിയിട്ടിട്ട് ഈ ഫാൻ ഇട്ടിട്ട് വീണ്ടും അതിൽ കയറുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ആശീർവാദന്റെ ആട്ടോണ്ട് ചപ്പാത്തി വിട്ടാൽ മാതിരി ഉണ്ടാവും. വല്ലാത്ത അവസ്ഥയായിരിക്കും. ഏകദേശം ഇതാ ഇതുപോലെ ആയിരിക്കും അവസ്ഥ. എന്താ കഥലേ. എന്തൊക്കെ പരിഷ്കാരങ്ങളാ. ഇതൊന്നും അല്ല, ഇനി എന്തൊക്കെ കാര്യങ്ങൾ വരാൻ കിടക്കണം.